അസ്സലാമലൈക്കും ചങ്ങായി. ഞാൻ നിങ്ങളെ ഹോസ്റ്റലിൽ കണ്ടില്ല ഹോസ്റ്റലിൽ പിന്നെ നമ്മൾ കോഴിക്കോട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമ്മളെ പോക്ക് നേരെ കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് പോവുക, നൈറ്റൊന്ന് പോവുക, വേണമെങ്കിൽ പെരുന്നാക്കുള്ള ഡ്രസ്സ് എടുക്കുക, എന്തെങ്കിലും എടുക്കാം. പിന്നെ കറങ്ങുക, നൈറ്റ് കറങ്ങുക, വേറെ പ്രത്യേകിച്ചൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ വേറൊരു കുട്ടി വ്ളോഗറുണ്ട്. ഈ വ്ളോഗറെ പരിചയപ്പെടണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ അയച്ചു തരാവുന്നതാണ് ചാനൽ ഏതാന്ന്. നമ്മളെ പോകുന്ന ട്രെയിന് പക്ഷെ ഇതിന് മുന്നിലേക്ക് നടക്കുക. നമ്മൾ കുറച്ച് സാധനം വാങ്ങിയിട്ട് കാഞ്ചനെ പൊരിക്കടിയാണ്, വേറെ ഒന്നുമില്ല, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നോമ്പറക്കുമ്പോൾ എന്തുമില്ലെങ്കിൽ ഒന്നുമില്ലാതെ പോകുന്ന ഇതാ ട്രെയിനിൻ്റെ അങ്ങനത്തത് അവിടുത്തെ പോകില്ല നമുക്ക് കിട്ടിയിട്ടില്ല. സമൂസയും ഉയർന്നോടെ നമ്മൾ തൽക്കാലം ഒരു കുപ്പി വെള്ളം വാങ്ങി, തണുത്ത കുപ്പി വെള്ളം വാങ്ങുന്നില്ല, അതില്ല. കണ്ണൂർ എത്തുമ്പോഴേക്ക് ഏകദേശം നമുക്ക് നോമ്പറക്കാനുള്ള ടൈം ആവാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തണുത്ത വെള്ളം നിൽക്കില്ല. നമ്മൾ നോർമലി ഉള്ള വെള്ളം വാങ്ങിന് ഒരു 5 സമൂസയും 5 ഉയർന്നോടെ അല്ലേ. നമ്മളിത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നടക്കുന്നുണ്ട്. നോമ്പ് തുറക്ക് ഒരു കണക്കായിരുന്നു സത്യം പറഞ്ഞാൽ. നോമ്പ് തുറ വണ്ടിയിലായിരുന്നു, തിരക്കും കാര്യങ്ങളും, കുറച്ച് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കണക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് സമൂസ കുറച്ചും അതുപോലെ ഇന്നോടെ കുറച്ച് സാധനം വാങ്ങി. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ വരുമ്പോഴേ കുറച്ച് ഈത്തപ്പഴം എടുത്തായിരുന്നു. അതും പിന്നെ ഒരു 4-5 കുപ്പി വെള്ളം ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് വെള്ളം അടിച്ച് നോമ്പർ ഇപ്പോൾ ഒരു 8:15 ടൈം ഏകദേശം 8:20 ടൈമായിട്ടുണ്ട്. ഇവിടുന്ന് കുറ്റിച്ചിറ ബിരിയാണിയോ അങ്ങനെ എന്തോ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഫ്രണ്ടിലുണ്ട് ടീം. ട്രെയിനിന് സത്യം പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്, കുറ്റിച്ചിറ ബിരിയാണി സെൻ്ററോ അങ്ങനെ എന്തോ ആണ്. അപ്പം എത്ര മണിക്കാണ് ക്ലോസ് ചെയ്യുക? 9 മണിക്ക് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ ടൈം 8:20. അപ്പോൾ ഓട്ടോ വിളിച്ച് പോകണില്ല. എന്മാർ പപ്പ ഈ ഇട കണ്ടോ, ഈ ഇടയിൽ കൂടെ ചാട്ടിച്ച് കിട്ടോ. നമ്മളെല്ലാം ആറാൻ പറഞ്ഞ ബൈക്കൂടെ പോകണം പറഞ്ഞാൽ മെയിൻ എൻട്രൻസ് ഇതാ. അതിന്നാണ് ഇപ്പോൾ വെറുതെ ചാടിച്ചിക്കണേ കുതിരകൾ. കുറച്ച് വിവരം കൂടി പോയെന്ന് പ്രശ്നം. ബാക്കിൽ കണ്ടത് പണിക്ക് വേണ്ടി എന്തോ പൊളിച്ച് വെച്ച സ്ഥലമാണ്. അതിൽക്കൂടെ ചാടിയിട്ട് എളുപ്പം എത്താറപ്പോൾ മെയിൻ എൻട്രൻസ് ഇതാ. ഇവിടെ ബാക്കിയെടുക്കണം. ഫൈനലി റീച്ച് ചെയ്ത പ്ലേസ് ഇതാണല്ലോ കുറ്റിച്ചിറ ബിരിയാണി. നല്ല അന്തസ്സായിട്ടുണ്ട്. കാലി ഹോകെ ഫുള്ള് കാലിയാടാ. തീർന്നോടാ ബിരിയാണി, ബിരിയാണി തീർന്നു. ഇനി നടക്കുന്ന ഇനി എന്താ ഷൂസ് എന്താ സംഗതി എടുക്കാണ്ടല്ലോ, അതിനെ നടക്കുന്ന റേമത്തേക്ക് വന്നിട്ടാണ്. ഞാൻ റേമത്തിൻ്റെ അവസ്ഥ കാണുന്നുണ്ടോ? കാണുന്നതാണ് റേമത്ത്. അവിടെ പണിയെടുത്തോണ്ടിരിക്കണ കാണുന്നുണ്ടോ? കാണാൻ സാധനം അതാണ് റേമത്തേക്ക് പറഞ്ഞിട്ട് ആരും കൂടെ കയറിയണ്ട. മിഠായി തരുമോ? അതങ്ങനെ മിഠായി തരും മാക്രി. മുട്ടായി തരുവിടെ എല്ലാ ലെവലും മാപ്പിൽ അടിച്ചിട്ട് ഉണ്ടാക്കണം. മാക്രി ഓരോന്ന് നടത്തിക്കാൻ എത്ര കിലോമീറ്റർ നടന്നു അറിയാം അവിടെ നിന്ന്. ആ മാപ്പ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാവോ? അളിയോ അത് കാണിച്ചേ. അളിയോ ഒരു 3000 രൂപേൻ്റെ ഷൂ പൊട്ടിക്കുകയാണ്. കാണിച്ചേ 3000 രൂപ ചെറുതാണോ? ഒരു അള്ളാണേ 3000 രൂപേൻ്റെ ഷൂസ് ചെറുതാണോ? ഓൺലൈൻ എത്ര രൂപേൻ്റെ എടുക്കാൻ വിചാരിച്ച്? അത് ഓൺലൈനിൽ ഇത് ഉദ്ദേശിച്ചാ മിഠായിത്തെരുവ് കൂടെ നടന്നുകൊണ്ടിരിക്കുക. 7 രൂപേൻ്റെ ഓൺലൈൻ വാങ്ങാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞ്. അല്ലാതെ നിനക്ക് കുറച്ച് കഴപ്പ് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. മോന്തല് വെള്ളം കുടിച്ച പൊറോട്ട ആയിരുന്നു. ബിരിയാണി ഇന്നാൻ വേണ്ടി വന്നതാണ്, പക്ഷെ ബിരിയാണി ഒന്നും ഇല്ല അല്ലേ. ബിരിയാണി എല്ലായിടത്തും തീർന്നു. ഇനി ഒരു മറ്റേ ഇവിടെ തന്നെ മിഠായി തെരുവിൽ തന്നെ ഒരു ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത്. അപ്പം അവിടെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് കഴിക്കുന്ന ഇനി ഒന്നും ഉണ്ടാവില്ല. കടീൻ്റെ അത് കണ്ടോ സെഷൻ ഫുള്ള് ഏകദേശം തീർന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവർക്കും 2 പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബീഫ് പറഞ്ഞിട്ടുണ്ട്. ബീഫ് ചില്ലി ദിസ് ഈസ് ബീഫ് ചില്ലി, ദിസ് ഈസ് പൊറോട്ട, ദിസ് ഈസ് സാമാന്യ. ബീഫ് എന്താണ്? ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ. ഇതും ഫ്രൈയും ചില്ലിയാണ് വാങ്ങിയത്. നമ്മളൊന്ന് കഴിക്കട പൊറോട്ട അടിച്ചിട്ട്. ഫ്രീ സ്റ്റൈൽ കട ഈ റോഡിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് പിടിക്കാം. ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു, ഫ്രീ സ്റ്റൈൽ നേരെ ഓപ്പോസിറ്റ്. കുറച്ച് നടക്കണമല്ലേ? കുറച്ച് പറഞ്ഞാൽ ഒരു 100 മീറ്റർ നടന്ന പക്ഷേ എന്താ മിഠായിത്തെരുവിൽ കിട്ടാനുള്ളതിൽ അത്യാവശ്യം ഓഫറിൽ ഇവരെന്ത് ചെയ്യും ഒക്കെ ഡ്രസ്സുകൾ കിട്ടും. സൈസുകളുടെ ഒരു ഇതില്ല, എല്ലാ സൈസും കിട്ടും. സൈസ് കിട്ടുമെന്ന് വെച്ചാൽ എൻ്റെ ഏസിലുള്ള ഞാൻ നോക്കിയാണത്. അതേ പറഞ്ഞാൽ എത്ര ഡബിൾ ഇതാണ് നമ്മളെ ഷോപ്പ് എക്സ്യൂഡ് കണ്ടോ. ഞാൻ വേണമെങ്കിൽ ഉൾവശം കാണിച്ചു തരാം. എനിക്ക് വേണ്ടിയിട്ട് ഉള്ളിലത്തെ ആൾക്കാർക്ക് മാക്സിമം ഇറങ്ങി തന്നിട്ടുണ്ട്. ഒരു കുഞ്ഞൊരു ഷോപ്പാണ് സത്യം പറഞ്ഞാൽ. ഇത് കണ്ടോ, അത്യാവശ്യം കളക്ഷനായിട്ട് ഒരു ചെറിയ ഷോപ്പ് സത്യം പറഞ്ഞാൽ കണ്ടോ. ഇതിൻ്റെ മുകളിലത്തെ സെക്ഷനിലാണ്
ആക്സൽ ആ ടൈപ്പ് വലിയ ലാർജ് ടൈപ്പൊക്കെ വരുന്നത് വലുത് എനിക്ക് പറ്റിയ ടൈപ്പൊക്കെ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് അറിയാമല്ലോ സൈസ് കൂടുതലാണ് മെൻസ് ക്ലോത്തിങ്ങിൻ്റെത്. പിന്നെ കുഞ്ഞ് സെറ്റപ്പ് അതിൽ സ്റ്റാർട്ട് ചെയ്തതൊക്കെ 3 മാസത്തോളം അത്ര ആയിട്ടുള്ളൂ. ബാഗി ടൈപ്പ് ജീൻസ് ടൈപ്പ് സാധനമുണ്ട്, അല്ല നോർമൽ ജീൻസും നോർമൽ പാൻസും അതുമുണ്ട്. ഇവിടെ ഇങ്ങനൊരു കുതിപ്പ് നിങ്ങൾ കൂട്ടത്തിണ്ടാവും മറിഞ്ഞേ ഈ കുതിപ്പ് നമുക്ക് പറഞ്ഞത് എത്ര എടുത്താലും മതിയാവില്ല. ഒന്ന് ഏതെങ്കിലും പെട്ടെന്ന് തീരുമാനിച്ചാൽ നമുക്ക് പോവാം. നമ്മളെ ഷൂസ് വാങ്ങിയ ട്രാക്ക്, അതായത് SM സ്ട്രീറ്റ് കാലിക്കറ്റ്. ഇതാണ് കട. അങ്ങനെ അവിടുന്ന് ഡ്രസ്സും എടുത്തു, പാൻറ്റും കുപ്പായം എടുത്തു, ഷൂസും എടുത്തു. ഷൂസ് കൊണ്ടോ ഇത് ഞാൻ കാണിച്ചു കേട്ടോ. ഭയങ്കര വരത്തിട്ട് 3000 റുപ്യേൻ്റെ മുതലാണ്. 3000 റുപ്യ. പായസ് ഒരു 3000 റുപ്യേൻ്റെ മുതലെടുത്തപ്പോൾ നമ്മൾ കളിയാക്കി. ഇപ്പം 3000 റുപ്യേൻ്റെ മുതൽ കയ്യിലിരിക്കുന്ന 3000 റുപ്യ ഒന്നാവുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ നല്ല സാധനമാണ്. അപ്പം ഏതായാലും എൻ്റെ ഷൂസ് ഒന്നുമില്ല. ഒന്നാമത്തെ ഷൂസ് കോളേജ് യൂസ് ചെയ്യണ ഫുള്ളായിട്ട് കേടന്നിട്ട്, രണ്ടാമത്തേത് പാർട്ടിക്ക് എന്തിന് ഇടുന്ന ഷൂസ് ഉണ്ട്, ആ ഷൂസ് ഏകദേശം ഇതുപോലെ തന്നെ കേട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോട്ട് നടക്കുന്ന ചെരുപ്പുണ്ടല്ലോ, ഇപ്പോട്ട് നടക്കുന്ന ചെരുപ്പിന് വരെ അതിൻ്റെ അടിയത്തെ സാധനം പൊളിഞ്ഞിട്ടുണ്ട്. അപ്പം അത്രക്കും ഇല്ല ഒന്ന് സാധനം. അപ്പോൾ ഇപ്പം ഒരു 3000 റുപ്യനൊക്കെ മുതൽ കൈ പിടിച്ച് നടക്കുന്ന. അയ്യോ പൈസ പോയൊരു പോക്കല്ലേ. നന്നാട്ടെ, നല്ലതിനാവട്ടെ. ഏതായാലും ആദ്യമായിട്ട് ഇത്ര വിലയുള്ള ഷൂസൊക്കെ വാങ്ങണം ലൈഫിൽ. സത്യം ഇത്ര വിലയുള്ള ഷൂസൊക്കെ പെരുന്നാൾക്ക് വേണ്ടിയിട്ടാണ് ഈ പുറപ്പാട് ഫുള്ള്. അപ്പോൾ ബീച്ചിൻ്റെ ഏരിയ എത്തിയിട്ടുണ്ട്. ആ ഏരിയ എത്തിയപ്പോൾ അപ്പോഴാണ് തുടങ്ങിയിട്ടുണ്ട് തിരക്ക്. കണ്ടോ, ബീച്ച് കണ്ടാൽ അടുക്കണ്ട, അപ്പോഴേക്ക് തുടങ്ങും തിരക്ക്. നാട്ടുകാർ മനുഷ്യന്മാർ 12 മണിയായി അപ്പോൾ ഇറങ്ങിക്കോളും. നമുക്ക് ഇത് തോടോടുള്ളല്ലേ ബീച്ച്. വന്നിട്ട് 11 കഴിക്കണമെന്ന് പറഞ്ഞേ കൊച്ചിക്കാരൻ. ഈ സ്ഥലം എവിടെ തന്നെ? കൊച്ചി ആലുവ ഏതോ രൂപ. അപ്പോൾ കഴിക്കണം പറഞ്ഞ് എന്നെ ടേസ്റ്റ് ചെയ്യും. നീ ബ്ലാക്ക് ആണ് കേട്ടോ, നീ കറുത്തു പോയടാ. ഷടാ ഞൊണ്ടി കഴിക്കുന്നു. ഞൊണ്ടി എങ്ങനെയുണ്ട് ടേസ്റ്റ്? സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല. സത്യം പറഞ്ഞിട്ട് ഈ തോടില്ലേ, ഈ തോട് ഒഴിവാക്കിയിട്ട് തോടിൻ്റെ ഉള്ളിലല്ലാതെ പൊരിക്കും. അതാണ് അതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ. അങ്ങനെ ഉണ്ടാക്കില്ലേ ഈ നാദാപുരം ആ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ, വടകര ആ ഭാഗത്തൊക്കെ ഇതിനെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. സെറ്റ് മസാലയൊക്കെ ആക്കിയിട്ട് ഈ തോടിനുള്ളിൽ ഉണ്ടാക്കണതിൻ്റെ അല്ലേ പുറത്തേക്ക് അതിൻ്റെ സാധനം മാത്രം എടുത്തിട്ടിട്ട് ഉണ്ടാക്കും. അത് സെറ്റായിരിക്കും. വെച്ചാൽ മെയിനായിട്ടില്ല കടപ്പുറം പ്രശ്നം എന്ന് വെച്ചാൽ 11 എല്ലാ കടയും പൂട്ടണം. അതാണ് പോലീസിൻ്റെ ഒരു നിയമം. പോലീസ് ആജ്ഞ പ്രകാരം എല്ലാം പൂട്ടണം. അപ്പോൾ ഈ ലൈറ്റ് എത്തി കുത്തിറക്കണണ്ട ചിലപ്പോൾ മിക്കവാറും ഓല് പെണ്ണ് അടപ്പിക്കും, പണി ഉണ്ടാക്കും, പണി കൊടുക്കും. അപ്പോൾ ഇറ്റിങ്ങൾ പോയി അടക്കണം എന്തായാലും. അപ്പോൾ അതാണ് ഈ കുറേ കടകളിൽ ലൈറ്റൊന്നും വല്ലാതില്ലാതെ ഉണ്ടോ. കുറേ കടകളിൽ ലൈറ്റൊന്നും ഇല്ലാത്തതാണ്. ഈ കുഞ്ഞു ഫ്ലാഷ് ലൈറ്റും. അപ്പുറത്തെ കടികളുടെ കടയിൽ പെട്ടികളിൽ മാത്രം കുറച്ച് ലൈറ്റ് ഉണ്ട്. ഈ പോലീസ് വരുമ്പോഴേക്കും ലൈറ്റുകൾ ഓഫാക്കുകയും ചെയ്യും. പോലീസ് വരാതെ ഇറ്റികൾ മെല്ലെ കട നടത്തും. കുറേയൊക്കെ പൂട്ടിയിട്ടുണ്ട്, കുറേ കട പൂട്ടിയിട്ടുണ്ട്. 12 മണി കഴിഞ്ഞില്ലേ ടൈം. എന്നാലും ഇവർക്ക് ഈ ടൈമിൽ വെക്കണമൊക്കെ ലാഭം ഉണ്ടാവും. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇത് ചില കളർ കോണാവുണ്ടല്ലോ. ഏതാ തിന്നാ എന്താപ്പോൾ ഓരോ നാട്ടിൽ കിട്ടാത്ത സാധനം മാതിരി അല്ലേ അത്. ഈ കുരിപ്പാണ് എല്ലാത്തിനും മോട്ടിവേഷൻ കൊടുക്കണേ. 5 കായ് അത് നോക്കണ്ട, പക്ഷെ തിന്നാ എല്ലാം അടുത്ത് തിന്നാണ്. ഇപ്പം വെള്ളം ഏകദേശം ഫിറ്റ് ആവേണ്ടതായി തോന്നണൊക്കെ എടുക്കുക തിന്നു. കോഴിക്കോട് നൈറ്റ് ലൈഫ് പറഞ്ഞാൽ ഈ കടപ്പുറ ഏരിയ കുറച്ച് ഒരുപാട് കാണാനൊക്കെ ഉണ്ട്. പല പല കടകളും ചായടിക്കലും മറ്റേ പെട്ടിക്കടകളൊക്കെ പൂട്ടിയാലും ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വെക്കും ഓരോരുത്തർ. അത് ചായ ഏരിയ ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ മെല്ലനെ തിരികെയാണ്. ഒരു 3:10 ട്രെയിൻ അങ്ങനത്തെ നോക്കിയത്. അപ്പം ട്രെയിനൊക്കെ ആയിരിക്കും മിക്കവാറും അത്താഴമൊക്കെ. കടപ്പുറ ഏരിയ മെല്ലനെ വിടുകയാണ്. നമ്മൾ നടക്കുകയാണ്. കൂടുതൽ നടത്തും തന്നെ ഒരു 5-6 കിലോമീറ്റർ 6-5 കിലോമീറ്റർ എന്തായാലും നമ്മൾ നടത്തും തന്നെ, കൂടുതലും നടത്തും തന്നെ ഉള്ളത്. രാത്രി ഇപ്പോൾ 2 മണിയുടെ അടുത്ത ടൈമായിട്ടോ. ഇപ്പോഴും വെള്ള തിരക്കൊക്കെ കാറും വണ്ടികളായിട്ട് ഇത്രമാരും മനുഷ്യന്മാരും അറിയാം. ഒന്നും ചെക്കന്മാരും കുട്ടികളൊന്നുമല്ല, ഫാമിലിയാണ് കൂടുതൽ. ഫാമിലി ആയിട്ടാണ് എല്ലാവരും. പാതിരാത്രിയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് പുറത്തേക്ക്. പിന്നെന്താ വെച്ചാൽ വേൾഡിൽ തന്നെ അങ്ങനെ എന്തോ ഒരു സേഫസ്റ്റ് സ്ഥലങ്ങളെന്തോ ഒന്ന് പുറത്തേക്ക് വിട്ടായിരുന്നു. അതിലൊരു സിറ്റി ആയിട്ട് കോഴിക്കോട് വന്നിട്ടുണ്ട് അല്ലേ. അത്
പെണ്ണുങ്ങൾക്കാണ്. നോട്ട് ദ പോയിൻറ്റ് ഗേൾസിന് അല്ലെങ്കിൽ വുമൻസ് അല്ലെങ്കിൽ ആ ജെൻഡേഴ്സിനാണ് കൂടുതൽ സേഫ്റ്റി. ബോയ്സിന് ഇവിടെ സേഫ്റ്റി കുറവാണെന്ന് തന്നെ എൻ്റെ അനുഭവത്തിലും എൻ്റെ കൂട്ടുകാരുടെ അനുഭവത്തിലും എനിക്ക് അറിയാൻ കഴിഞ്ഞത് കുറവാണ്. കാരണം അങ്ങനെയാണ് കൂടുതലും. എനിക്ക് അറിഞ്ഞൂടാ, ഇവിടെ അങ്ങനെ അനുഭവങ്ങളുണ്ടായ ആൾക്കാരുണ്ട്. രാത്രി പാതിരത്ത് ഇറക്കി നടക്കുമ്പോഴും വണ്ടി പോകുമ്പോഴും എനിക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ കുന്ത്രാണ്ടാന്ന് എനിക്കറിയില്ല, എനിക്ക് കാര്യം ഓടി ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ബസ് പോകുമ്പോഴൊക്കെ. അപ്പം ഗേൾസിന് സേഫാണ്, വുമൻസിന് സേഫാണ്, പെണ്ണുങ്ങൾക്ക് സേഫ് ഏരിയ ആണ്. പക്ഷെ ബോയ്സിനെ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഏരിയയും കൂടിയാണ്. അങ്ങനെയാണ് കോഴിക്കോടിന് സ്വതവേ പറഞ്ഞു വരാറ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിലാണ്. ഇത് കണ്ണൂർ സ്റ്റേഷൻ. നമുക്കിപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. കണ്ണൂർ സ്റ്റേഷൻ എത്രേൻ്റെ മുന്നേ സീറ്റൊക്കെ കിട്ടി. ഇത് എന്താ ട്രെയിൻ ഏതാ പറഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ്. ആ ട്രെയിനാണ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഈ 2 മണിക്കൂറായിട്ട് അടുത്തേണ്ടതാണ്. ഭയങ്കര വരും. ഇപ്പോൾ കുറച്ചൊക്കെ തിരക്ക് കഴിഞ്ഞാൽ കണ്ണൂർ എത്താനായിട്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്താഴത്തുള്ളത് എൻ്റെ നേന്ത്രപ്പം ഇവിടെ ഇവിടെ ഇല്ലേ അത്താഴം കഴിക്കാൻ പോകുന്ന അതേ ചങ്ങന്മാരെ ഈ കണ്ണും മൂക്കില്ലാത്ത ട്രെയിൻ നോക്ക്. നീ വലിയ വാതിൽ മാത്രം കുഞ്ഞു കുഞ്ഞു വാതിലൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. ഫുള്ളും മറ്റേ എന്താ പറയുക ബിൽഡ് ചെയ്തിട്ട് ജനലൊന്നുമില്ലാത്ത ട്രെയിൻ. നമ്മളെ മുന്നത്തെ അതേ ബുദ്ധി തന്നെ സത്യം പറഞ്ഞ. ട്രെയിനതാ പോകുന്നു. നമ്മൾ നേത്രാവതി ചാടിയുണ്ട്. ഇവിടുന്ന് നമ്മളെ മെയിൻ സ്പോട്ടുണ്ട്, മെയിനായിട്ട് കയറാനുള്ള സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ എത്തണം, അതുവരെ നടക്കണം. നടന്നിട്ട് പിന്നെ നടന്നാൽ തന്നെ എത്തുമല്ലോ ഹോസ്റ്റലിലേക്ക്. പിന്നെന്താ കയറുന്ന സ്ഥലം ഞാൻ കാണിക്കില്ല. എന്നിട്ട് വേണം റെയിൽവേ അവിടെയും കൂടി ക്ലോസ് ആക്കിയിട്ട് ഞങ്ങൾക്ക് കയറുന്ന സ്ഥലം കൂടി പോക്കാൻ. ഞങ്ങൾക്ക് ആകെയുള്ളൊരു ഷോർട്ട് കട്ടാണ്. അവിടെ നിന്ന് നമുക്ക് ഇടയിൽ പോവാം. പിന്നെ അതുപോലെ മെയിൻ റോഡ് നമുക്ക് എടുക്കാം. മുന്നത്തെ വീഡിയോ നമ്മൾ ഇടയിൽ കൂടെ പോയത്. ഇതിൽ നമ്മൾ മെയിൻ റോഡാണ് പിടിച്ചിരിക്കുന്നത്. മെയിൻ റോഡ് അസുഖം പട്ടികൾ ഏതിൽ കൂടെ ആയാലും പട്ടികളുണ്ടാവും. പക്ഷെ നമ്മൾ കൺട്രോൾ ചെയ്ത് പോകണം സത്യം പറഞ്ഞാൽ. ഇവിടെ പിന്നെ ആൾ മനസ്സിനും പിള്ളേങ്ങൊക്കെ ഉണ്ടാവും. റോഡല്ലേ വണ്ടിക്ക് പോകണം. അവിടെ നിന്ന് ആൾ മനസ്സിനൊന്നും ഉണ്ടാവില്ല. ഉണ്ടോ ആക്രി കളക്ഷൻസ് ഒരു രാവിലെ തന്നെ നിൽക്കണ്ടില്ലേ ഇവർ. ഇവിടുന്ന് നേരെ വളഞ്ഞ് നേരെ ചെപ്പ് കണ്ടെടുക്കാണ്. ഇങ്ങനെ വരെ ഇതാണ് നമ്മളതിൽ കോഴിക്കോട് പോക്ക്. ഒരു ഷൂ എടുക്കാൻ പോയതാണ്. ഇപ്പം അതിലേറെ ഒരു ഷൂവും ഒരു ഡ്രസ്സും എന്തൊക്കെ തേങ്ങയും വാങ്ങിയൊക്കെ വാങ്ങിയാണ് വരുന്നത്. നമുക്ക് പെരുന്നാൾ ഉസാറാക്കണ്ടേ? അതെ, പെരുന്നാൾക്ക് നമ്മളിന്ന് കാണിച്ചുള്ള മക്കളെ പെരുന്നാൾ ഇനി ഉസാറാക്കാനുള്ളത് നമ്മളങ്ങോട്ട് എടുത്തു എന്ന് പറഞ്ഞിരുന്നു. അപ്പം ചെങ്ങന്മാരെ വീഡിയോ വൈൻഡപ്പ് ആകും. ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് വെക്കട്ടോ. ടാറ്റ ബൈ ബൈ.